എല്ലാവരും പേനയൊക്കെ എടുത്ത് വെച്ചോ കേട്ടോ. മെഡിക്കൽ ടെർമിനോളജിയാണ് നമ്മൾ എടുക്കുന്നത്. തുടങ്ങിയാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ടെർമിനോളജിയുടെ പ്രിഫിക്സ് നമ്മുടെ കഴിഞ്ഞു. പിന്നെ നമ്മള് സഫിക്സ് തുടങ്ങി വെച്ചു അല്ലെ. സഫിക്സ് ആണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. കോമൺ സഫിക്സ് വെച്ച് അതിന്റെ നമ്മള് 13 വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. 13 വരെയല്ലേ പറഞ്ഞു നിർത്തിയത് അല്ലേ? ആണോ? അതെ മിസ്. 13 വരെ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ്. എന്ത് പറ്റി? ഇന്ന് ക്ലാസ്സില് കുറവാണല്ലോ, കുട്ടികളൊക്കെ കുറവാണല്ലോ. എന്ത് പറ്റി? മെഡിക്കൽ ടെർമിനോളജി ബോറടിച്ച് തുടങ്ങിയോ? അതാണോ? ഓൾറെഡി ആയി തുടങ്ങിയോ ക്ലാസ്? അതുകൊണ്ടാണോ കുട്ടികളില്ലാത്ത? ഇല്ല. ഓക്കെ, മഴ ആയതുകൊണ്ടായിരിക്കും അല്ലെ. ഓക്കെ, മഴ ആയതുകൊണ്ട് എന്താണ് റേഞ്ചിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കോമൺ സഫിക്സസിന്റെ 2ാമത്തെ പേജാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. സഫിക്സ് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ 9 മുതൽ 29 വരെയാണ് പേജിനകത്തുള്ളത്. അതില് ലിസിസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ലിസിസിന്റെ മീനിങ് എന്തായിരുന്നു? ഡിക്ലൈൻ അല്ലെ. അതുപോലെ ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഒക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഡിക്ലൈൻ ചെയ്യാൻ പറഞ്ഞ എന്താ? നിരസിക്കുക അല്ലെ, അതാണ് അർത്ഥം കേട്ടോ. ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് മെഗാലി. എന്താണ് അടുത്തത്? മെഗാലി അല്ലെ. മെഗാ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. മെഗാലി എന്ന് പറയുന്നത് എന്താണ്? മെഗാമേള എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ? വലിയതാണ് അല്ലെ മെഗാ എന്ന് പറയുമ്പോ. അത് തന്നെ മെഗാലി എന്ന് പറഞ്ഞാല് എക്സ്പാൻഷൻ ഓഫ് എന്നർത്ഥം കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ മെഗാലി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെപ്പറ്റോ മെഗാലി. എന്തായിരിക്കും? ഹെപ്പാറ്റോ മെഗാലി എന്തായിരിക്കും? നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞേ. ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുമ്പോ എന്തായിരിക്കും? ഹെപ്പാറ്റോ നമുക്കറിയാം അല്ലെ. ഹെപ്പാറ്റോ എന്താണ്? ഹെപ്പാറ്റോ ഏത് ഓർഗനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹെപ്പാറ്റോ ഏത് ഓർഗനെയാണ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ വിസ്മയ. ലിവർ ആണ് അല്ലെ. ഹെപ്പാറ്റോ, ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ലിവർ ആണ് അല്ലെ. അപ്പൊ ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എക്സ്പാൻഷൻ ഓഫ് ദ ലിവർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി നീതു കറക്റ്റ് ആണ്, ലിവർ ആണ്. അപ്പോ എക്സ്പാൻഷൻ ഓഫ് ദ ലിവർ അഥവാ നമുക്ക് എന്ത് പറയാം? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ അല്ലെ. ഫാറ്റി ലിവർ ഒക്കെ വരുന്ന സമയത്ത് ലിവറിന് എന്ത് ചെയ്യും? സാധാരണത്തെക്കാളും അനുഭവം വരും അല്ലെ. വലുതാവും അല്ലെ, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരവസ്ഥയാണ് ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കേണ്ടത് മെഗാലി എന്ന് പറയുന്നത് മീനിങ് എന്താണ്? എക്സ്പാൻഷൻ ഓഫ് എന്നാണ് കേട്ടോ. അടുത്തതാണ് ഓളജി. അത് ഇഷ്ടം പോലെ അറിയാം, നമ്മൾ കുറെ ഓളജികൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓളജിയുടെ മീനിങ് എന്താണ്? സയൻസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. ഇപ്പൊ സുവോളജി അല്ലെ. അതുപോലെ ബയോ, അത് തന്നെ കറക്റ്റ് ആണ്. ഓങ്കോളജി അല്ലെ, സയൻസ് സ്റ്റഡി ഓഫ് ക്യാൻസർ അല്ലെ. അതുപോലെ തന്നെ നെഫ്രോളജി അല്ലെ, സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് കിഡ്നി അല്ലെ. അതുപോലെ ഗൈസ്ട്രോ എന്ററോളജി. ഓളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ്, അതുപോലെ സയൻസ് കറക്റ്റ് ആണ്. ബയോളജി അല്ലെ, സ്റ്റഡി ഓഫ് ഓർഗാനിസംസ് അല്ലെ, ലൈഫ്, സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെ. അങ്ങനെ ഓക്കെ, അപ്പൊ ഇത്രയും അറിയാലോ. പിന്നെ അടുത്തതാണ് OMA, ഓമ. ഓമ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ട്യൂമർ ആണ് കേട്ടോ. ട്രോമ അല്ല കേട്ടോ ശ്രീലക്ഷ്മി, ട്രോമ അതിനകത്ത് വരില്ല. അത് UMA-യിലല്ലേ അവസാനിക്കുന്നത്. ഇവിടെ OMA-യിലാണ് അവസാനിക്കുന്നത് കേട്ടോ. ട്രോമയല്ല, ഓമയാണ് കേട്ടോ. OMA എന്നാണ്. ഓക്കെ, ഓമ എന്ന് പറഞ്ഞാല് ട്യൂമർ ആണ്. ട്യൂമർ, ഗ്രോത്ത്
ഇപ്പൊ പറയുന്നത് കാർസിനോമ. കാർസിനോമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാർസിനോജൻ നമുക്കറിയാം ക്യാൻസറസ് കോസിംഗ് ആണ് അല്ലെ. അപ്പൊ കാർസിനോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാൻസറസ് ട്യൂമർ അല്ലെ, ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ അതിനെയല്ലേ പറയുന്നത്. അപ്പൊ കാർസിനോമ, ഓമയിൽ അങ്ങനെ അവസാനിക്കുന്നത് മീൻസ് ക്യാൻസറസ് ട്യൂമർ, ക്യാൻസറസ് ഗ്രോത്ത് എന്നുള്ള അർത്ഥം. കേൾക്കാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സൗണ്ടിന്? എല്ലാവർക്കും കേൾക്കാം, ക്ലിയർ ആണ്? ഓക്കെ, പൂർണിമ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് കേട്ടോ. ചിലപ്പോ പൂർണിമയ്ക്ക് മാത്രമാണ് പ്രോബ്ലം വരുന്നത്, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഓസിസ് ആണ് കേട്ടോ. ഓസിസ് ആണ്, ഓസിസ്. ഓക്കെ, ഓസിസ് എന്താണ്? OSIS, ഓസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റഡ് ടു എ ഡിസീസ് പ്രോസസ്. എന്താണ്? നമ്മളിപ്പോ ഒരു അസുഖം, അതിന്റെ ഒരു രോഗാവസ്ഥ, അതിന് നമ്മൾ പറയാ അതാണ് ഓസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് തന്നെ ശ്രീലക്ഷ്മി ഓക്കെയാണ് കേട്ടോ. ഡയഗ്നോസിസ് കറക്റ്റ് ആണ് അല്ലെ. ഡയഗ്നോസിസ് നമ്മളൊരു രോഗനിർണയമാണ് അല്ലെ, റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ പറയാട്ടോ ഓസിസ് അല്ലെ, റിലേറ്റിംഗ് ടു എ ഡിസീസ്. അതുപോലെ തന്നെ നമുക്ക് പറയാം സിറോസിസ്. സിറോസിസ്, ലിവർ സിറോസിസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ഡിസീസ് റിലേറ്റഡ് ടു ലിവർ. അപ്പൊ ലിവറിന്റെ ആ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അല്ലെ. ലിംഫോസിസ്. ഓക്കെ, ലിംഫാറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? ഡിസീസ് അല്ലെ. ആ ഒരു ഡിസീസ് പ്രോസസ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓസ്റ്റോമി. എന്താണ് ഓസ്റ്റോമി? ഓസ്റ്റോമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ ക്രിയേഷൻ ഓഫ് ഓപ്പണിംഗ് ഓർ എ ഹോൾ അല്ലെ. നമ്മളൊരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഹോള്, ഒരു സർജറിയിലൂടെ നമ്മളൊരു ചെറിയൊരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഹോള് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഓസ്റ്റോമി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രക്കിയോസ്റ്റോമി അല്ലെ, ട്രക്കിയോസ്റ്റമി. ഇതിന് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രക്കിയ അല്ലെ, നമ്മുടെ ശ്വാസനാളത്തിന്റെ അവിടെ ഒരു സർജിക്കൽ ഓപ്പണിംഗ് നമ്മൾ ചെയ്യാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രക്കിയോസ്റ്റമി. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിൻഡ് പൈപ്പ് അല്ലെ, നമ്മുടെ ശ്വാസനാളം. അവിടെ ചെറിയൊരു സർജിക്കൽ ഇതിലൂടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്യൂബൊക്കെ ഇറക്കും അല്ലെ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ പറയാ? ഒരു സർജിക്കൽ പ്രൊസീജിയറിനെ ട്രക്കിയോസ്റ്റമി എന്നാണ് പറയുക അല്ലെ. അപ്പൊ ഓസ്റ്റമി എന്താണ് അർത്ഥം? സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ എ ഹോൾ. അടുത്തതാണ് ഓട്ടോമി. എന്താണ് ഓട്ടോമി? ഓട്ടോമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ ഇൻസിഷൻ ആണ് കേട്ടോ. ഇതാണ് സർജിക്കൽ ഇൻസിഷൻ. ഓക്കെ, ഇപ്പൊ ഗൈസ്ട്രോൺ എന്താണ്? അനാട്ടമി. ഓക്കെ, അനാട്ടമി. അനാട്ടമി എന്ന് പറയുമ്പോ അതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അനാട്ടമി അല്ല, TOMY മാത്രമേ ഉള്ളൂ. ഓട്ടോമി ഉണ്ട് കേട്ടോ. OTOMY. ഓക്കെ, ബയോട്ടമി. ഓക്കെ, അപ്പൊ എന്താണ്? ഗൈസ്ട്രോട്ടമി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സർജിക്കൽ ഇൻസിഷൻ ഓഫ് സ്റ്റൊമക്കിൽ ചെയ്യുന്ന ചെറിയ സർജിക്കൽ ഇൻസിഷൻ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പതി. PATHY പതി. ഇഷ്ടംപോലെ അറിയാം. നാച്ചുറോപ്പതി, ഹോമിയോപ്പതി അല്ലെ, അലോപ്പതി എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് തന്നെ എന്താണ്? കറക്റ്റ് ആണ് ശ്രീലക്ഷ്മി. അതെ, അലോപ്പതി എന്താണ്? ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലേ നമ്മൾ അവിടെ പറയുന്നത്. ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ് അല്ലെ. അതായത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അല്ലെ, ആ ഒരു വൈദ്യശാസ്ത്ര രീതി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ല അലോപ്പതി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി അല്ലെ. അത് തന്നെ. അടുത്തതാണ് ഫാഗിയ. എന്താണ് ഫാഗിയ? ഫാഗിയ എന്താ മീനിങ്? റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാളോയിങ്. എന്താണ്? റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാളോയിങ്. നമ്മൾ തിന്നുന്നത് അല്ലെങ്കിൽ വിഴുങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഫാഗിയ എന്ന് പറയുന്നത്. എയറോഫാഗിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വാളോയിങ് എയർ അല്ലെ. നമ്മൾ എയർ ഇങ്ങനെ എടുക്കുന്ന ഞാൻ സ്വാളോ ചെയ്യുന്നപ്പോ എയറോഫാഗിയ. ഫാഗിയ എന്ന് പറഞ്ഞ എന്ത് വാക്കാണ്? എന്താണ് മീനിങ്? ഈറ്റിംഗ് ഓർ സ്വാളോയിങ് ആണ് കേട്ടോ. അടുത്തതാണ് ഫാസിയ. ഫാസിയ എന്താണ് മീനിങ്? റിലേറ്റിംഗ് ടു സ്പീച്ച് ആണ് കേട്ടോ. സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താ പറയാ? ഡിസ്ഫാസിയ. ഡിസ്ഫാസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫിക്കൽട്ടി ടു സ്പീച്ച് അല്ലെ. നമുക്ക് എന്താ പറയാ? സ്പീച്ച് ചെയ്യാൻ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ നമുക്ക് ഡിസ്ഫാസിയ എന്ന് പറയാം. ഫാസിയ എന്ന് പറഞ്ഞ വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫോബിയ. എന്താണ് ഫോബിയ? ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? പേടിയാണ് അല്ലെ. പേടി എന്താണ്? റിലേറ്റഡ് ടു ഇറാഷണൽ ഫിയർ, അകാരണമായിട്ടുള്ള ഭയം. അപ്പൊ നമ്മൾ പറഞ്ഞ ഹൈഡ്രോഫോബിയ എന്തായിരിക്കും? എന്തിനോടുള്ള ഭയമായിരിക്കും? ഹൈഡ്രോഫോബിയ എന്ന് പറയുമ്പോൾ
ഹൈഡ്രോഫോബിയ എന്തിനോടുള്ള ഭയമായിരിക്കും? ഫോബിയ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഫിസാനൊക്കെ കറക്റ്റ് ആണ്. വാട്ടർ അല്ലെ, നമ്മൾ ഈ അപസ്മാരമൊക്കെയുള്ള ആളുകളെ അതൊക്കെ കറക്റ്റ് ആണ്. വാട്ടർ, അതായത് വാട്ടറിനോടുള്ള പേടി. നമ്മള് ഈ അപസ്മാര രോഗികളെ ഹൈഡ്രോഫോബിയ വരും അല്ലെ, എന്നുവെച്ചാൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതാണ് വെള്ളത്തിനോടുള്ള ഭയം അല്ലെ, അകാരണമായ പേടി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ ഫോബിയ. അടുത്തത് പ്ലാസ്റ്റി. പ്ലാസ്റ്റി എന്താണ്? പ്ലാസ്റ്റിക് സർജറി അല്ലെ. അത് തന്നെ കറക്റ്റ് ആണ്. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കറക്റ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ ആൻജിയോപ്ലാസ്റ്റി. ശ്രീലക്ഷ്മി ഒക്കെ ഉണ്ടോ? ആൻജിയോപ്ലാസ്റ്റി അല്ലെ. അതുപോലെ കെരാറ്റോപ്ലാസ്റ്റി. കെരാറ്റോപ്ലാസ്റ്റി എന്താണ്? ഈ പറയുന്ന നമ്മുടെ കോർണിയ മാറ്റിവെക്കിയ ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ബ്ലിഫാറോപ്ലാസ്റ്റി അതൊരു പ്ലാസ്റ്റിക് സർജറിയാണ്. നമ്മുടെ കൺപോളയൊക്കെ തൂങ്ങി നിൽക്കുന്ന കൺപോളയിലേക്ക് ഉയർത്തി വെക്കാനായിട്ട് അല്ലെ. കോസ്മെറ്റിക് സർജറിയിലൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പ്ലാസ്റ്റിക് സർജറി പിന്നെ നിങ്ങൾ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി അല്ലെ. എന്താണ്? സർജറി ഓഫ് ബ്ലഡ് വെസൽസ് ആണ് അല്ലെ ആൻജിയോപ്ലാസ്റ്റി. ഇതിനെ നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. അത് തന്നെയാണ് എക്സാമ്പിൾ. അടുത്തതാണ് പ്ലെജിയ. പ്ലെജിയ മീനിങ് എന്താ? പാരാലിസിസ് ആണ് കേട്ടോ. തളർന്നു പോകുന്ന അവസ്ഥയാണ്, പാരലൈസ് ചെയ്ത് പോകുന്ന അവസ്ഥ. അതാണ് പ്ലെജിയ എന്ന് പറഞ്ഞത്. ഹെമി പ്ലെജിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെമി നമ്മൾ പഠിച്ചു. എന്താണ് ഹെമിസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ ഹാഫ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഹെമി പ്ലെജിയ എന്തായിരിക്കും? പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി അല്ലെ. എന്തെങ്കിലും ഒരു പകുതി ഭാഗം, ബോഡിയുടെ ഒരു പകുതി ഭാഗമെങ്കിൽ ബോഡിയുടെ ഒരു ഭാഗം എന്താണ്? പാരലൈസ് ചെയ്ത് പോവുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹെമി പ്ലെജിയ എന്ന് പറയാം. പ്ലെജിയ എന്താണ് മീനിങ്? പാരാലിസിസ് ആണ് കേട്ടോ. അടുത്തതാണ് പീനിയ. എന്താണ് പീനിയ? പീനിയയുടെ മീനിങ് എന്താണ്? റിലേറ്റീവ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് പീനിയ. ഡിസ്പീനിയ ഇനി വരുന്നുണ്ട് കേട്ടോ, വാക്ക് വരുന്നുണ്ട്. പീനിയ എന്ന് കേട്ടാൽ PNA പീനിയ എന്ന് കേട്ടാൽ എന്താണ്? ദാറ്റ് ഇസ് റിലേറ്റീവ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ. ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പിന്നെ അടുത്തതാണ് ടോസിസ്. ടോസിസ് എന്താണ് മീനിങ്? ഡ്രൂപ്പിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ് ഡ്രൂപ്പിംഗ്? ഇപ്പൊ പറയാണ് ബ്ലിഫാറോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കൺട്രോൾ ഇങ്ങനെ തൂങ്ങി വരുന്ന അവസ്ഥ അല്ലെ. അതിനെയാണ് ഡ്രൂപ്പിംഗ് അല്ലെ. ഡ്രൂപ്പിംഗ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. തൂങ്ങി കിടക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അടുത്തതാണ് റേജ്. എന്താണ് റേജ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്കുണ്ട് റേജ്. റേജ് കേൾക്കുമ്പോ ഓക്കെ വെരി ഗുഡ് കറക്റ്റ് ആണ്. അറിയില്ല ഹെമറേജ്. അത് തന്നെ ഹെമറേജ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടാ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഡിസ്ചാർജ് അല്ലെ. അതായത് എന്താണ്? എക്സസീവ് ആവുന്ന, എക്സസീവ് ആയിട്ടുണ്ടാകുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ ഫ്ലോ അല്ലെ, ഡിസ്ചാർജ്. ഇപ്പൊ പറയണേ മെനോറേജ്. മെനോറേജ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ഫ്ലോ ഓഫ് മെൻസ്ട്രൽ ബ്ലഡ് അല്ലെ. എക്സസീവ് ഫ്ലോ അല്ലെ, എക്സസീവ് ഡിസ്ചാർജ്. അതിനെയാണ് നമ്മള് റേജ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് റാജിയ. അതാണ് റാജിയ. റാജിയ ഇതേ മീനിങ് തന്നെയാണ് കേട്ടോ. ഹെമറാജിയ, മെനോറാജിയ എന്നൊക്കെ പറഞ്ഞ എന്തായിരിക്കും? റാജിയ മീൻസ് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പേജിനകത്ത് മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു. 10 മാർക്ക് ചെയ്തിരുന്നു കേട്ടോ. 10, 11, 12, 15, 23, 24, 25, 27. ഓക്കെ, ഇതൊന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? നമ്പേഴ്സ് വായിച്ചിരുന്നോ? ഒന്നുകൂടെ പറയട്ടെ എന്നാ? ഇല്ല, വായിച്ചില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 10 മാർക്ക് ചെയ്തോളൂ. 10, 11, 12, 15 15 കേട്ടോ. 15, 23, 24, 25, 27. ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, കിട്ടിയോ നമ്പേഴ്സ്? കിട്ടിയില്ലേ? ഓക്കെ, ക്ലാസ്സിലില്ലാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കടക്കാം കേട്ടോ. അടുത്ത പേജിലോട്ട് കടക്കാം നമുക്ക്. നെക്സ്റ്റ് പേജില് 30 തൊട്ടാണ് കേട്ടോ. 30 to 37 വരെയാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് വായിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തത് എന്താണ്? റഫി.
അല്ലെ? റഫി എന്ന് പറഞ്ഞ എന്താണ്? സ്വിച്ചർ ഓഫ്, റിപ്പയർ ഓഫ്, റിപ്പയർ ചെയ്യാന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇപ്പൊ പറയാണ് ഹെർണിയോറഫി അല്ലെ? ഹെർണിയോറഫി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിപ്പയർ ഓഫ് ഹെർണിയ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ റഫി മീൻസ് റിപ്പയർ ഓഫ്. മെസ്സേജ് കണ്ടില്ല? റഫി മീൻസ് സ്വിച്ചർ ഓഫ് അഥവാ റിപ്പയർ ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റിപ്പയർ ചെയ്യുക. അടുത്തതാണ് റിയ. റിയ എന്താണ്? ഫ്ലോ ഓർ ഡിസ്ചാർജ്. അത് തന്നെ, കറക്റ്റ് ആണ് ഷബീർ, കറക്റ്റ് ആണ് കേട്ടോ. ഡയേറിയ അല്ലെ? എന്താണ് ഡയേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സസീവ് ഫ്ലോ ഓഫ് ദ സ്റ്റൂൾ അല്ലെ? എക്സസീവ് ആയിട്ടുള്ള എക്സസീവ് ഫ്ലോ ഓഫ് സ്റ്റൂൾ, അതിനെയാണ് നമ്മൾ ഡയേറിയ അല്ലെ? വയറിളക്കം എന്നൊക്കെ പറയില്ല, അത് തന്നെ ഫ്ലോ ഓർ ഡിസ്ചാർജ് കേട്ടോ. അടുത്തതാണ് സ്കോപ്പ്. സ്കോപ്പ് ഇഷ്ടം പോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. എൻഡോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? എൻഡോസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, അത് തന്നെ കറക്റ്റ് ആണ്. വിസ്മയം കറക്റ്റ് ആണ്. ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, അത്രയേ ഉള്ളൂ, പരിശോധനയ്ക്കുള്ള ഉപകരണം അല്ലെ? സ്കോപ്പി എന്താ? സ്കോപ്പി എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, പ്രൊസീജിയർ അല്ലെ? സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, അതായത് നമ്മൾ ആ ഒരു എക്സാമിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്കോപ്പ്. സ്കോപ്പി എന്ന് പറഞ്ഞാൽ ആ ഉപകരണം ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ്. എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ബ്രോങ്കോസ്കോപ്പി. ഓക്കെ, അത്രേ ഉള്ളൂ. സ്കോപ്പി എന്താണ്? എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്, ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെ? അടുത്തതാണ് സിസ്. സിസ് എന്താണ്? എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. അത് തന്നെയാണ് ഇതിന്റെ മീനിങ്. നമ്മൾ നേരത്തെ ഓസിസ് പറഞ്ഞില്ലേ? ഓസിസ് ഇല്ലേ? അവിടെ പറഞ്ഞിരുന്നു സി ആൾസോ സിസ് എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ ഡയഗ്നോസിസ് കേട്ടോ, കറക്റ്റ് ആണ്. എ പ്രോസസ് അല്ലെങ്കിൽ ആക്ഷൻ ഓർ കണ്ടീഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്ത ഡയാലിസിസ്, അത് സൈക്കോസിസ്. ഓക്കെ, കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. അത് തന്നെ സിസ് അല്ലെ? ഡയഗ്നോസിസ്, സൈക്കോസിസ് ഇതൊക്കെ എക്സാമ്പിൾ ആണ്. എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. അടുത്തത് എന്താണ്? ടാക്സിസ്. എന്താണ് ടാക്സിസ്? ടാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. അടുത്തതാണ് ട്രോഫിക് അല്ലെ? ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ അല്ലെ? പോഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ട്രോഫിക്. നമ്മുടെ ഈ 5th-ലൊക്കെ 6th-ലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അതിൽ തന്നെ സയൻസ് ബുക്കിലുണ്ടാവും ഓട്ടോട്രോപിക്, ട്രോഫിക് തലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും. അതായത് പോഷണ തലങ്ങളാണ്. അവർ ഇതൊക്കെ ഫുഡ് ചെയിനും അതൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട് അല്ലെ? ഓരോ ട്രോഫിക് തലങ്ങൾ, ഓരോ ട്രോഫിക് ലെവൽസ് എന്നൊക്കെ പറയാം. പോഷണ തലങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തന്നെ. അപ്പൊ അതൊന്നും ആലോചിച്ചാൽ മതി കേട്ടോ. ട്രോഫിക് എന്താണ്? റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ അല്ലെ? പോഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് എന്താണ്? യൂറിയ. യൂറിയ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്തായിരിക്കും? അത് തന്നെ യൂറിനിലെ എന്തെങ്കിലും ഒരു പ്രസൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻസ് ഓർ ഇൻഡിക്കേഷൻ. നമ്മളിപ്പോ ഒരു യൂറിനിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ പ്രസൻസ്, സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂറിയ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഹെമാറ്റൂറിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് പറഞ്ഞത് നിങ്ങള്. ഹെമറ്റൂറിയ, ഹെമാറ്റൂറിയ എന്ന് പറയുമ്പോ എന്തായിരിക്കും? എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ഹെമാറ്റൂറിയ എന്തായിരിക്കും? ഓക്കെ, തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അതാണ് വീര, ശ്രീലക്ഷ്മി, വിസ്മയ, ബ്ലഡ് കണ്ടന്റ് അല്ലെ? ബ്ലഡിന്റെ പ്രസൻസ് അല്ലെ? ദ പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ ദ യൂറിൻ. യൂറിന്റെ എന്തിന്റെ സാന്നിധ്യമാണ്? ബ്ലഡിന്റെ സാന്നിധ്യമാണ്. അതുപോലെ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ആൽബുമിനൂറിയ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? ആൽബുമിനൂറിയ കേട്ടോ, ഷുഗറല്ല. ആൽബുമിനൂറിയ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ യൂറിൻ അല്ലെ? യൂറിനിലെ ആൽബുമിന്റെ സാന്നിധ്യം. ഇതൊരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്, നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ആൽബുമിൻ അത് തന്നെ ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അത് തന്നെ ആൽബുമിൻ, ഗ്ലോബുലിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നില്ലേ? ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ. അത് തന്നെ. അപ്പൊ ആൽബുമിനൂറിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ യൂറിൻ. ഹെമറ്റൂറിയ എന്ന് പറയുമ്പോൾ ഹീം, ഹീം എന്ന വാക്ക് ബ്ലഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ? പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ ദ യൂറിൻ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 32, 32 കേട്ടോ. 32, 33, 36, 36. ഓക്കെ, അപ്പൊ 3 മാർക്ക് ചെയ്താൽ മതി കേട്ടോ. 3 ഉള്ളൂ. 32, 33, 36 കിട്ടിയല്ലോ.
32, 33 and 36. Okay, correct ആണ് കേട്ടോ സ്നേഹ. 32, 33, 36. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ എന്ത് കഴിഞ്ഞു? സഫിക്സ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. സഫിക്സ് നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? കോമൺ റൂട്ട് വേർഡ്സ് അല്ലെ. ഇപ്പൊ പ്രിഫിക്സ് കഴിഞ്ഞു, സഫിക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കോമൺ റൂട്ട് വേർഡ്സ് അല്ലെ. നമുക്കറിയാം അല്ലെ, റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ചീഫ് പാർട്ട് ഓഫ് ദ പ്രെഡിക്കേറ്റ് ടേം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ റൂട്ട് വേർഡ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പേജിൽ തുടങ്ങാം കേട്ടോ. മെയിൻ പോർഷൻ അത് തന്നെ ശ്രീലക്ഷ്മി. ചീഫ് പാർട്ട് അല്ലെ, ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇറ്റ് അല്ലെ. അതാണ് എന്ത്? റൂട്ട് വേർഡ് അഥവാ വേർഡ് റൂട്ട് എന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മള് അവിടുത്തെ അത് തന്നെ. ഓക്കെ, കറക്റ്റ് ആൻസർ. സ്റ്റെം ഓഫ് ഇറ്റ് കറക്റ്റ് ആണ് സ്നേഹ. അടുത്തത് എന്താണ്? കോമൺ റൂട്ട് വേർഡില് ഫസ്റ്റ് തൊട്ട് കേട്ടോ, 1 തൊട്ട് 10 വരെയാണ് ആ പേജിനകത്തുള്ളത്. നമുക്കത് ആദ്യം വായിക്കാം. വായിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വീണ്ടും വായിക്കാം കേട്ടോ. ഇത് കുറച്ച് ബോറിംഗ് ആയിരിക്കും അല്ലെ, മറ്റുള്ളത് പോലെ അല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറടി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ്. നമുക്ക് തോന്നുകയാണെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഒരു 5 minute നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ അടുത്തത് 1 തൊട്ട് 10 വരെയാണ് ആ പേജിനകത്തുള്ളത്. ഫസ്റ്റ് 1 വരുന്നത് എക്കൗ. എന്താണ് എക്കൗ? എക്കൗ എന്ന് പറഞ്ഞാൽ എന്താണ്? സഫിക്സ് ഫുൾ ഇമ്പോർട്ടന്റ് ആയ മാർക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് ഒന്നും കൂടെ. ഓക്കെ, പറയാം കേട്ടോ. അത് പറയാം. ഓക്കെ, അടുത്തത് എക്കൗ. റൂട്ട് വേർഡ് എന്താണ്? എക്കൗ. എക്കൗ എന്താണ്? എക്കൗസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ കറക്റ്റ് ആണ്. രാവിലെ സൗണ്ട് അല്ലെ, നമുക്ക് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എക്കൗസ്റ്റിക്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ. അപ്പൊ എക്കോ എന്തായിരിക്കും? എക്കോ ഹിയർ അല്ലെ, സൗണ്ടുമായിട്ട് ഹിയർ കേൾവി അല്ലെ, കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് എന്താണ്? അഡിപ്പ്. അഡിപ്പ് എന്താണ് മീനിങ്? ഫാറ്റ് എന്നാണ് കേട്ടോ. ആഡിപ്പോസ് ടിഷ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? ആഡിപ്പോസ് ടിഷ്യൂസ് അതായത് ഈ ഫാറ്റ് ഉള്ള ടിഷ്യൂസിനെയാണ് നമ്മൾ ആഡിപ്പോസ് ടിഷ്യൂസ് എന്നാണ് പറയുക കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ദാറ്റ് കണ്ടെയ്നിങ് ദ അതായത് ഫാറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ടിഷ്യൂസ്. നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഉള്ള ടിഷ്യൂസ് നമ്മൾ ആഡിപ്പോസ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആഡിപ്പ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് എന്നാണ് അർത്ഥം. അതാണ് ഫാറ്റ് എന്നാണ് മീനിങ് കേട്ടോ. അടുത്തതാണ് ആൽബ്. ആൽബ് എന്താണ് മീനിങ്? വൈറ്റ്. ഞാൻ ഓർക്കാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഡെർമറ്റോളജി പഠിച്ചപ്പോ ആൽബിനിസം എന്ന് പറഞ്ഞില്ലേ? വെള്ളപ്പാണ്ട്. ആൽബിനിസം വെള്ളപ്പാണ്ട് പഠിച്ചില്ലേ? അപ്പൊ ആൽബ് എന്ന് പറയുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയ വൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, വൈറ്റ്. അടുത്തതാണ് ആൽജസ്. ആൽജസ് എന്താണ് മീനിങ്? പെയിൻ അല്ലെ. അനാൾജസിക് എന്ന് പറയില്ലേ? അനാൾജസിക്. അതിനൊരു ആൾജസ് വരുന്നില്ലേ? ആൾജസ് അനാൾജസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിന് സംഹാരിയാണ് അല്ലെ, പെയിൻ കില്ലർ ആണ്. സോ ആൽജസ് ഇറ്റ്സ് മീനിങ് എന്താണ്? പെയിൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പെയിൻ. ഓക്കെ, ദെൻ അടുത്തതാണ് ആൻട്ര. ആൻട്ര എന്ന് പറയുമ്പോൾ ആൻഡ്രോജൻ ഓർത്താൽ മതി. ആൻഡ്രോജൻ ആൻഡ്രോളജി പഠിച്ചില്ലേ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ? എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമല്ലേ ആൻഡ്രോളജി എന്ന് പറയുന്നത്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് ഹോർമോൺ ആണ് അല്ലെ, പുരുഷ ഹോർമോൺ ആണ് അല്ലെ ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ്രോ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? മെയിലാണ് അല്ലെ, മെയിലാണ് കേട്ടോ. മീനിങ് എന്താണ്? മെയിൽ. ഓക്കെ, അടുത്തതാണ് അയോർട്ട. അയോർട്ട എന്താണ്? മഹാധമനിയാണ് കേട്ടോ. അതാണ് മഹാധമനി. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്ന വലിയൊരു ധമനി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മള് അയോർട്ട എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ലാർജ് ആർട്ടറി that exciting from the left ventricle of the heart. അല്ലെ, നമ്മുടെ ഹാർട്ടിന് 4 അറയുണ്ടെന്ന് അറിയാലോ. ഓക്കെ, മുകളിലത്തെ അറകളെ നമ്മൾ എന്ത് പറയും? ഓറിക്കിൾസ് എന്ന് പറയും അല്ലെ. അടിയിലുള്ള അറകളെ നമ്മൾ വെൻട്രിക്കിൾസ് എന്നാണ് പറയാ. അപ്പൊ അവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വെച്ചാൽ താഴത്തെ അറയാണ് വെൻട്രിക്കിൾ അല്ലെ. അതിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അവിടെ ആരംഭിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക ധമനിയാണ് അല്ലെ, ലാർജ് ആർട്ടറിയാണ് അയോർട്ട എന്ന് പറയുന്നത് അല്ലെ, മഹാധമനിയാണ്. ഓക്കെ, അടുത്തതാണ് അക്വ. അക്വ എന്താണ് മീനിങ്? അക്വ അക്വേറിയം. അത് തന്നെ അക്വാട്ടിക്. എന്താണ്? വാട്ടർ അല്ലെ. പെട്ടെന്ന് അറിയാം നമുക്ക് അല്ലെ, അക്വേറിയം, അക്വാമാൻ അല്ലെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയാലോ വാട്ടർ ആണ്. നെക്സ്റ്റ് വരുന്നത് ആസ്ഫിക്സിയ. എന്താണ് ആസ്ഫിക്സിയ?
Asphyxia എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാക്ക് ഓഫ് ഓക്സിജൻ or excess of carbon dioxide in the body that results in unconsciousness. അല്ലെ, നമ്മുടെ ബ്ലഡിനകത്ത് ഓക്സിജന്റെ അഭാവം വരാൻ, ഓക്സിജൻ കുറഞ്ഞു പോവാം. ഓക്സിജൻ കുറയാന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുത്തനെ അങ്ങ് കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഓക്സിജൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അൺകോൺഷ്യസ് ആവും അല്ലെ, നമ്മൾ അബോധാവസ്ഥയിലാവും അല്ലെ. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ആസ്ഫിക്സിയ എന്നാണ് പറയാ കേട്ടോ. എന്നിട്ട് പറയാ ആസ്ഫിക്സിയ. അപ്പൊ ആസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് ഓക്സിജൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബോഡി ദാറ്റ് ലീഡ്സ് ടു ദ അൺകോൺഷ്യസ്നെസ് അല്ലെ, അബോധാവസ്ഥയിലൂടെ നയിക്കുന്നു. ഓക്കെ, ദെൻ വരുന്നത് അസ്റ്റൻ. അസ്റ്റൻ എന്താണ് മീനിങ്? വീക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വീക്ക്നെസ്, അതായത് ക്ഷീണാവസ്ഥ, ബലഹീനത എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ മയാസ്തേനിയ എന്ന് പറഞ്ഞ എന്തായിരിക്കും? മയാസ്തേനിയ, മയോ എന്ന് പറയുന്നത് മസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മയാസ്തേനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ വീക്ക്നെസ് അല്ലെ, മസിൽ ഉണ്ടാവുന്ന ഒരു ബലഹീനത, വീക്ക്നെസ്. അടുത്തത് ഓഡി. എന്താണ്? ഓഡിബിൾ എന്നൊക്കെ ഓർത്താൽ പോരാ. ഓഡിയോ, അത് തന്നെ, ഓഡിബിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ടു ഹിയർ എന്നുള്ള അർത്ഥമാണ്. ഓഡിയോളജി. ഓക്കെ, എന്താണ്? ടു ഹിയർ കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ മാർക്ക് ചെയ്യേണ്ടത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 5 മാർക്ക് ചെയ്തോളൂ. 5, 7, 8, 9, 10. ഒന്നുകൂടെ പറയാണ്. 5, 7, 8, 9, 10. ഓക്കെ, കിട്ടിയോ? 5, 7, 8, 9, 10. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് പേജിലോട്ട് കിടക്കല്ലേ? അടുത്തതാണ് അടുത്ത പേജില് നമുക്ക് 11 തൊട്ടുണ്ട് കേട്ടോ. 11 to 29 വരെയാണ് കേട്ടോ പേജിനകത്തുള്ളത്. അപ്പൊ നമുക്ക് വായിച്ചിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്യാം. ഒന്നാമത് നോക്കാം കേട്ടോ. ബ്രോങ്ക് എന്ന് പറഞ്ഞ എന്താണ്? ബ്രോങ്കൈറ്റിസ് കേട്ടിട്ടില്ലേ നിങ്ങള്? ബ്രോങ്കൈറ്റിസ്, അത് തന്നെ വിസ്മയ പറഞ്ഞപ്പോഴേക്കും. ബ്രോങ്കൈറ്റിസ് അല്ലെ, എന്താണ്? വിൻഡ് പൈപ്പാണ് അല്ലെ. നമ്മുടെ ശ്വാസനാളത്തിനൊക്കെ വരുന്ന അവസ്ഥയില്ലേ ബ്രോങ്കൈറ്റിസ്. അതായത് നമ്മുടെ ശ്വാസനാളം ഇങ്ങനെ ചുരുങ്ങി അതിനകത്ത് മ്യൂക്കസ് അല്ലെ, കഫമൊക്കെ കെട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഭയങ്കര ചുമ. അതുപോലെ തന്നെ എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഓക്കെ, കറക്റ്റ് ആയിട്ട് നബീല. ബ്രോങ്കോസ്കോപ്പി അതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന മ്യൂക്കസ് ഒക്കെ വന്നതാണ് അല്ലെ, കഫമൊക്കെ കെട്ടിക്കിടന്നിട്ട് എന്തുണ്ടാവും? നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും അല്ലെ. അപ്പൊ നമ്മുടെ വിൻഡ് പൈപ്പാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ട്രക്കിയ എന്നും പറയാം കേട്ടോ. നമുക്ക് ട്രക്കിയ, ശ്വാസനാളം. ഓക്കെ, അപ്പൊ ബ്രോങ്കിയോൾസ്, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ശ്വാസനാളത്തിലോട്ട് ഇറക്കുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മീനിങ് വിൻഡ് പൈപ്പ്, ട്രക്കിയ എന്നും പറയാം കേട്ടോ. അടുത്തതാണ് പക്ക്. പക്ക് എന്ന് പറയുന്നത് എന്താ? ചീക്കാണ്. നമ്മുടെ കവിളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ് പക്ക് കേട്ടോ. അടുത്തതാണ് ബർസ എന്താ? പൗച്ച് ഓർ സാക്ക് തത്വം കേട്ടോ. ഇതാണ് പൗച്ച് ഓർ സാക്ക് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് സ്മോൾ ഫ്ലൂയിഡ് എന്താ ഫിൽഡ് ആയിട്ടുള്ള ഒരു സാക്ക്. ഒരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ, അതുപോലെ ഫ്രിക്ഷൻ ഒക്കെ കുറയ്ക്കാനും കുഷ്യൻ പോലെ ആക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഫിൽഡ് ആയിട്ടുള്ള പൗച്ച് ഒരു സാക്ക്, അതിനെ നമ്മള് പറയാ ബർസ എന്നാണ് പറയാ കേട്ടോ. ബർസ. അടുത്തതാണ് കാലസ്. അതായത് കാലസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഹാർഡ് അല്ലെ, ഭയങ്കര കട്ടിയായിട്ടുള്ളത്. തിക്ക് സ്കിൻ, അതായത് കട്ടിയായിട്ടുള്ള ആ ഒരു തൊലി അല്ലെ, കട്ടിയായിട്ടുള്ള തൊലി. ആൾസോ എ മെഷർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ് അല്ലെ. അവിടെ ഇങ്ങനെ കണക്റ്റീവ് ടിഷ്യൂസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക പെല്ലറ്റ് പോലെ കട്ടിയായിട്ടുള്ള തൊലി, അതിനെയാണ് കാലസ്. നമ്മള് കയ്യിൽ തയമ്പ് എന്നൊക്കെ പറയില്ലേ, തയമ്പ് വരാന്ന് പറയില്ലേ. നമ്മളിപ്പോ സ്ഥിരമായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യുടെ ഈ ഒരു ഭാഗത്ത് തയമ്പ് പോലെ വരും. അവിടുത്തെ സ്കിന്ന് നിങ്ങൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, ഭയങ്കര ഹാർഡായിരിക്കും അല്ലെ. നമ്മള് സ്ഥിരമായിട്ടൊക്കെ ബസ്സിലൊക്കെ കമ്പിയിലൊക്കെ പിടിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഭാഗത്തിന് കട്ടിയായിട്ടിരിക്കണം അല്ലെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഉണ്ടാകാറില്ലേ ഭയങ്കര സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി? അതെ, കാലസ് കട്ടി, അവിടുത്തെ സ്കിന്ന് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല, ഭയങ്കര കട്ടിയായിരിക്കില്ലേ ആ ഭാഗം. അതാണ് കാലസ് കേട്ടോ. Okay, അതായത് ഹാർഡ് തിക്ക് സ്കിൻ, ആൾസോ എ മെഷർ ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ് കേട്ടോ. ഓക്കെ,
ദെൻ വരുന്നത് കാർസിൻ. കാർസിൻ നമുക്ക് ഇപ്പൊ പരിചയമാണ്. കാർസിൻ എന്താ നമ്മൾ പഠിച്ച വാക്കാണ്. കാർസിനോമ, കാർസിനോജൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്യാൻസർ ആണ്. അതിനെ എന്തെങ്കിലും പറഞ്ഞ് കറക്റ്റ് ആണ് കേട്ടോ. കാർസിനോമ, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്, ക്യാൻസർ. ഇനി മറക്കരുത് കേട്ടോ. കാർസിനോജൻ, കാർസിനോമ എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്യാൻസർ എന്ന വാക്കാണ് കേട്ടോ. ക്യാൻസർ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കരോട്ടിഡ്. എന്താണ് കരോട്ടിഡ്? കരോട്ടിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ്. അതായത് നമ്മുടെ ഈ നെക്ക് ഉണ്ടല്ലോ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള ആർട്ടറിയാണ്. ഈ ആർട്ടറി ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ആർട്ടറിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദാറ്റ് ഇസ് ദ കണക്ഷൻ ടു ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലോട്ടൊക്കെ ബ്ലഡ് ഫ്ലോ നടക്കുന്നത് ഈ ഒരു ആർട്ടറിയിലൂടെയാണ്. ഈ നെക്കിന് കരോട്ടിഡ് എന്നാണ് പറയുക. കരോട്ടിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ് കേട്ടോ. അതായത് ഒരു മേജർ ബ്ലഡ് വെസൽ ആണെന്ന് പറയാം. മേജർ ബ്ലഡ് വെസൽ ആണ് ഇൻ ദ നെക്ക് റീജിയൻ. ദാറ്റ് എന്താണ് അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് സപ്ലൈ ദ ബ്ലഡ് ടു അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലോട്ട് ബ്ലഡിന് സപ്ലൈ ചെയ്യുന്ന ഭാഗമാണ്. ഈ ഒരു കരോട്ടിൻ അവിടെ ഒരു ആർട്ടറി. നമ്മളെ എന്താണ് താളവട്ട സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള്? താളവട്ട സിനിമ കണ്ടിട്ടില്ലേ? അതിന്റെ മോഹൻലാലിന്റെ ഇവിടെ കട്ട് ചെയ്യില്ലേ? അപ്പൊ അവിടെ കട്ട് ചെയ്യുന്നതോടുകൂടി പിന്നെ എന്താണ്? ആ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും അല്ലെ? പിന്നെ എന്തായാലും ആള് കോമ സ്റ്റേജ് ആയി അല്ലെ? നമ്മുടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും അല്ലെ? ബ്രെയിനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിൻ ഡെത്ത് നടക്കും. ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ആള് അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ, കോമ സ്റ്റേജിലേ ഇരിക്കുള്ളൂ. അപ്പൊ അത് നോക്കാൻ മതി. കരോട്ടിഡ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ്. ഓക്കെ, അടുത്തതാണ് കാർപ്പസ്. കാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്റ്റ് ആണ്, കൈത്തണ്ട. അത് തന്നെ കറക്റ്റ് ആണ്. ഡെമിനി കാർപ്പൽ ടണൽ സിൻഡ്രോം. നമ്മുടെ ഈ റിസ്റ്റിന്റെ കൈത്തണ്ടയുടെ ഭാഗത്ത് വരുന്ന വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ, കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പൊ കാർപ്പസ് എന്ന് പറയുന്ന വാക്ക് എന്താണ് അതിന്റെ മീനിങ്? റിസ്റ്റ് ആണ് കേട്ടോ. റിസ്റ്റ് വാച്ച് എന്നൊക്കെ പറയുന്നത് കൈത്തണ്ട. അത് ഓക്കെ, അതാണ് കേട്ടോ കാർപ്പസ് എന്ന് പറയുന്നത്. സെന്റ് പിന്നെ നമുക്കറിയാലോ, നമ്മൾ എപ്പോഴും പറയും പെർസെന്റ് അല്ലെ? പെർസെന്റേജ്. സെന്റ് എന്താണ്? ശതമാനം അല്ലെ? എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം, അല്ലെങ്കിൽ 100 or 100. ഓക്കെ, ശതമാനം പറയില്ലേ നമ്മൾ? പെർസെന്റേജ് അല്ലെ? അത് സെന്റ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ. അടുത്തത് സെന്റി, CENTE. സെന്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ടു പങ്ക്ച്വർ, കുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി, നമ്മളൊരു പങ്ക്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ അമ്നിയോസെന്റിസിസ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ ഉള്ള ആ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെ, കുഞ്ഞിന് സംരക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ദ്രവം, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പൊ അമ്നിയോസെന്റിസിസ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? നമ്മൾ ആ ഒരു അമ്നിയോട്ടിക് സാർക്ക് ജസ്റ്റ് ഒരു പങ്ക്ചർ ചെയ്യാണ് അല്ലെ, അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ സെന്റി എന്ന് പറഞ്ഞാൽ എന്താ? ടു പങ്ക്ചർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പങ്ക്ചർ, കുത്തുക, അല്ലെങ്കിൽ ചെറിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുക, ബോഡി ക്യാവിറ്റി. ഓക്കെ, അടുത്തതാണ് സിലി. സിലി എന്താണ് മീനിങ്? ഐലിഡ് ആണ് കേട്ടോ. ഐലിഡ് എന്നോ ഐലാഷസ് എന്നൊക്കെ പറയാം. നമുക്ക് കൺപീലി, കൺപോള. സീലിയറി മസിൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? സീലിയറി പേശികൾ നമ്മുടെ കണ്ണിനകത്തുള്ള പേശികളാണ് കേട്ടോ. സീലിയറി പേശികൾ എന്ന് പറയും. സീലിയറി മസിൽസ്, അതായത് നമ്മുടെ ആ ഒരു ലെൻസിന്റെ ആ ഒരു വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സീലിയറി എന്താ പറയാ മസിൽസ് ഉള്ളത് കൊണ്ട്. സിലി എന്ന് പറയുമ്പോൾ ഐലിഡ് ആണ്, അതായത് കൺപോള അല്ലെങ്കിൽ ഐലാഷസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ സീലി. അടുത്തതാണ് ക്ലെയ്ഡ്. ക്ലെയ്ഡ് ഓന്ന് കൊടുത്തേക്കുന്ന ഓ എന്ന വവലാണ് സാധാരണ അവിടെ കൂട്ടിച്ചേർക്കാറ് കേട്ടോ. ക്ലെയ്ഡോ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാലേ കോളർ ബോൺ എന്നൊക്കെ പറയുന്നത്. കോളർ ബോൺ അതായത് നമ്മുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ആ ഷോൾഡറിന് നമ്മുടെ സ്റ്റേർണം, അതായത് നമ്മുടെ മാറലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ലോങ് ബോൺ ഉണ്ടല്ലോ, കോളർ ബോൺ എന്നൊക്കെ പറയും. കോളർ ബോൺ ഇവിടെയുള്ള ഈ ഒരു ബോണാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഷോൾഡർ കറക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും നിൽക്കുന്നത് ആ ഒരു ബോൺ ഉള്ളത് കൊണ്ട് നമ്മുടെ ഷോൾഡറിനെ നമ്മുടെ സ്റ്റേർണം, ദാറ്റ് മീൻസ് നമ്മുടെ മാറലുണ്ടല്ലോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ലോങ് ബോൺ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മള് എന്ത് പറയുന്നത്? ക്ലെയ്ഡോ എന്ന് പറയുന്നത് കേട്ടോ. കോളർ ബോൺ, ക്ലാവിക്കിൾ ഓർ അല്ലെങ്കിൽ കോളർ ബോൺ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ക്യൂബിറ്റസ്. ക്യൂബിറ്റസ് എന്താണ്? എൽബോ ആണ്. എൽബോ കൈമുട്ട്, കൈമുട്ട്. ഓക്കെ, ക്യൂബിറ്റസ്. അടുത്തതാണ് സൈക്കിൾ. സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിൾ ഓർ സൈക്കിൾ. അതെ, സർക്കിൾ ഓർ സൈക്കിൾ. അടുത്തത് ഡിജിറ്റ്. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്പറാണ് ഓർമ്മ വരാം.
ഇവിടെ അതല്ല, മെഡിക്കൽ ടേമിൽ അതല്ല. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ഓർ ടോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫിംഗർ എന്താ? വിരല് ഓർ ടോ. ടോ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വിരൽ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മളുടെ കൈകളിലും കാലുകളിലുള്ള വിരലുകൾ, അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫിംഗർ ഓർ ടോ, ഡിജിറ്റ് എന്നാണ് പറയുക കേട്ടോ. അടുത്തത് എഡി. എഡി എന്താണ്? സ്വെല്ലിങ്. എഡിമ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എഡിമ സ്വെല്ലിംഗ് ആണ് കേട്ടോ. സ്വെല്ലിങ്ങിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം സെറിബ്രൽ എഡിമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറിബ്രൽ എഡിമ എന്ന് വെച്ചാൽ സ്വെല്ലിംഗ് ഓഫ് ദ ബ്രെയിൻ ആണ്. സ്വെല്ലിംഗ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, അപ്പൊ സെറിബ്രൽ എന്ന് പറയുന്നത് സെറിബ്രൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്, നമുക്കറിയാം. അപ്പൊ സെറിബ്രൽ എഡിമ എന്ന് പറയുന്നത് സ്വെല്ലിംഗ് ഓഫ് ദ സെറിബ്രം ആയിരിക്കും. അടുത്തതാണ് എസ്തിയോ. എസ്തിയോ, ESTHESI. എസ്തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്തിയോ മീൻസ് റിലേറ്റീവ് ടു സെൻസേഷൻ ഓഫ് പെർസെപ്ഷൻ. അനസ്തേഷ്യ നമ്മൾ പറയാറില്ലേ? അനസ്തേഷ്യ, എസ്തേഷ്യ എന്ന് വരുന്നില്ലേ? എസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തന്നെ അനസ്തേഷ്യ ആണ് കേട്ടോ. റിലേറ്റീവ് ടു സെൻസേഷൻ ഓഫ് പെർസെപ്ഷൻ അല്ലെ. അനസ്തേഷ്യ കൊടുക്കുമ്പോൾ എന്താണ്? നമ്മൾ അവിടുത്തെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യാണ് അല്ലെ. സെൻസേഷനെ പെർസെപ്ഷനൊക്കെ ബ്ലോക്ക് ചെയ്യാണ്. അടുത്തത് ഫെബർ, FEBR, ഫെബർ. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫീവർ ആണ്, ഫീവർ പനി കേട്ടോ, ഫെബർ. ഫ്ലെക്സ് എന്താ? ഫ്ലെക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ? ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് അങ്ങോട്ട് വളയ്ക്കാനൊക്കെ പറ്റും അല്ലെ. ബെൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ബെൻഡ്. നെക്സ്റ്റ് ഫോറമൻ. ഫോറമൻ എന്താണെന്ന് അറിയോ? അർത്ഥം ഓപ്പണിംഗ് എന്നാണ് കേട്ടോ. അതായത് ഓപ്പണിംഗ്. ഓക്കെ, ഫോറമൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെക്സും ഫോറമനും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. അയ്യോ, 15 കേട്ടോ. 15, 17, 19, 23, 27. ഒന്നുകൂടെ പറയാം കേട്ടോ. 15, 17, 19, 23, 27. കിട്ടിയോ? ഇനി അടുത്തത് നമുക്ക് എന്താണ്? 29 ഇല്ല കേട്ടോ. 29 ഇല്ല. ഞാൻ മാർക്ക് പറഞ്ഞത് 15ഉം 17, 19, 23, 27. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് നോക്കാം നമുക്ക്. അടുത്ത പേജില് 30 തൊട്ട് 52 വരെയാണ് കേട്ടോ. 30 to 52 ആണ് കേട്ടോ. 30 തൊട്ട് 52 വരെയുള്ള പേജാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഫ്രാക്ട്. ഫ്രാക്ട് എന്ന് പറയുമ്പോൾ ഫ്രാക്ചർ ആണ് കേട്ടോ. ഫ്രാക്ചർ ഓർത്താൽ മതി. ബ്രേക്ക് എന്നുള്ള അർത്ഥം അല്ലേ? കറക്റ്റ് ആണ് കേട്ടോ. ഫ്രാക്ചർ, ബ്രേക്ക് കേട്ടോ. ജസ്റ്റ് എന്താണെന്ന് അറിയോ? ക്യാരി അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ജസ്റ്റേഷൻ പീരീഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെ ജസ്റ്റേഷൻ, പ്രഗ്നൻസി പീരീഡ്. ക്യാരിയിങ് പീരീഡ് അല്ലേ? അതിനെ നമ്മള് ക്യാരിയിങ് പീരീഡ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഗർഭാവസ്ഥയാണ് കേട്ടോ. ക്യാരിയിങ് പീരീഡ്, പ്രഗ്നൻസി സ്റ്റേജ് ഉണ്ടല്ലോ, അതിനെ നമ്മള് ജസ്റ്റേഷൻ എന്നും പറയും കേട്ടോ. ജസ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക അതെന്താണ്? അത് നമ്മുടെ ക്യാരിയിങ് പീരീഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് നോ. നോ എന്ന് വായിക്കണ്ട, നോ എന്ന് വായിച്ചാൽ മതി കേട്ടോ. മീനിങ് നോ തന്നെയാണ്. നോ, അറിയിക്കുക, നോളജ്, നോ എന്നുള്ള അർത്ഥം കേട്ടോ. നോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗ്രാമും ഗ്രാഫും. ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെ. അതുപോലെ ഇലക്ട്രോഎൻസെഫാലോഗ്രാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആൻജിയോഗ്രാം, അതെ, ആൻജിയോഗ്രാം. അപ്പൊ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് റിട്ടേൺ ഓർ റെക്കോർഡ് അല്ലെ. അതായത് നമ്മൾ റെക്കോർഡ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് റെക്കോർഡ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അത് തന്നെയാണ് ഗ്രാഫിന്റെ മീനിങ്, അത് തന്നെയാണ് റൈറ്റ്, അതുപോലെ തന്നെ റെക്കോർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോൺ ഇൻ ദ അപ്പർ ആം. അപ്പർ ആം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഷോൾഡർ തൊട്ട് നമ്മുടെ എൽബോ വരെയുള്ള ഭാഗം, മുകൾ ഭാഗം, അപ്പർ ആം. അപ്പൊ അവിടെയുള്ള ഒരു ബോണാണ് കേട്ടോ. ഒരു ബോണല്ല, അവിടെയുള്ള ആ ബോൺ, അതായത് നമ്മുടെ ഷോൾഡർ ടു എൽബോ വരെയുള്ള ഫോറാമിന്റെ ആ ബോൺ ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്താ പറയാ? ഹ്യൂമറസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഹ്യൂമറസ്, ദ ബോൺ ഇൻ ദ അപ്പർ ആം. അടുത്തത് എന്ന് വെച്ചാൽ ഓക്കെ, എന്താണ്? ഡിഫറെന്റ്, ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ.
അയഡോ എന്താണ് അയഡിൻ അല്ലെ, അയഡോ ഫോം, അയഡിൻ എന്നൊക്കെ പറയുമ്പോ അറിയാലോ, അയഡിന്റെ അഭാവം കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, എന്താണത്? അയഡിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, എന്താണത്? അയഡിന്റെ അഭാവം കൊണ്ട് നമ്മുടെ ത്രോട്ടിൽ ഉണ്ടാകുന്നത് ഗോയിറ്റർ ആണ് കേട്ടോ. ഓക്കെ, അതെ കറക്റ്റ് ആണ്, ഗോയിറ്റർ. ലാക്ട് എന്താ? മിൽക്ക് കേട്ടോ. ലാക്ടോജൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലാക്ടിക് ആസിഡ്, ലാക്ടോജൻ, അത് എന്താണ്? മിൽക്ക് ആണ് കേട്ടോ. മിൽക്ക്. ഓക്കെ, കുഞ്ഞുങ്ങൾക്കൊക്കെ ലാക്ടോജൻ ഒക്കെ കലക്കി കൊടുക്കാറുണ്ട് അല്ലെ, മിൽക്ക്. അടുത്തതാണ് ലിംഗോ മീൻസ് ടങ്ക് ആണ്. ടങ്ക് നമ്മൾ ലിംഗ്വിസ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ എന്താണ് നമ്മളുടെ നാക്ക് അല്ലെ, ഭാഷ അല്ലെങ്കിൽ നമ്മുടെ നാവാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, ടങ്ക് കേട്ടോ. അടുത്തത് മെൻ എന്ന് വെച്ചാൽ മന്ത് എന്നുള്ള അർത്ഥം. നമ്മളിപ്പോ പറയില്ലേ മെൻസ്ട്രൽ പീരീഡ്, മെൻസ്ട്രൽ മാസം അല്ലെ, അത് തന്നെ മെൻസ്ട്രേഷൻ പറയുമ്പോൾ ഒരു മന്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെ. സോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മന്ത് എന്നർത്ഥം. ഒക്യൂൾ മീൻസ് ഐ എന്നാണ് കേട്ടോ. ഒക്യൂൾ എന്താണ്? ഐ ആണ് കേട്ടോ, ഐ. ഓക്കെ, ഒക്യൂൾ. ഓക്കെ, ഐ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഓ എന്ന് പറയുന്നത് എഗ്, ഓവറി, ഒവ്യൂള് എന്നൊക്കെ പറയുമ്പോ എന്താണ്? അണ്ഡാശയം അല്ലെ, എഗ് അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഗ്, ഓവം എന്നൊക്കെ പറയുമ്പോ അതാണ്. അടുത്തതാണ് പാൽപേറ്റ്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, അതായത് നമ്മൾ ടച്ചിലൂടെ പരിശോധിക്കാം. ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, പാൽപേറ്റ് എന്നാണ് പറയുന്നത്, പാൽപേറ്റ്. അടുത്തത് പെഡ്. പെഡ് എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. ചൈൽഡ് എന്ന അർത്ഥമുണ്ട്, ഫൂട്ട് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ചൈൽഡ് നമുക്കറിയാം, പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ ചൈൽഡുമായിട്ട് ബന്ധം. അതുപോലെ നമ്മൾ പറയില്ലേ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, പീഡിയാട്രിക്. പിന്നെ അതുകൊണ്ട് പെഡസ്ട്രിയൻസ് നമ്മൾ പറയില്ലേ, ഈ കാൽനട യാത്രക്കാരെ നമ്മൾ എന്താ പറയാ? പെഡസ്ട്രിയൻസ് എന്നല്ലേ പറയാ. അപ്പൊ ഫുഡുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ, പെഡസ്ട്രിയൻ പറയും. ഒരു മിനിറ്റ്. അപ്പോ രണ്ട് മീനിങ് ആണ്, ചൈൽഡ് അല്ലെങ്കിൽ ഫുഡ് എന്നാണ് കേട്ടോ. അപ്പൊ ചൈൽഡ് നമുക്ക് ഓർക്കാൻ എന്താണ്? പീഡിയാട്രിക്സ് നമ്മൾ പറയും അല്ലെ. ഫുഡ് എന്ന് പറയുമ്പോൾ പെഡസ്ട്രിയൻസ്, നമ്മൾ കാൽനട യാത്രക്കാർക്ക് ഫുഡ് എവിടെ ഉപയോഗിക്കുന്ന അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ് പെർക്കസ്. പെർക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. നമ്മളിങ്ങനെ തട്ടിയിട്ട് അല്ലെങ്കിൽ അടിച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഇൻസ്പെക്ട് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തും, അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. സ്ട്രൈക്ക് ചെയ്തിട്ട്, തട്ടി നോക്കിയിട്ട്, അടിച്ചു നോക്കിയിട്ടൊക്കെ ഇൻസ്പെക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ മാറിപ്പോവരുത്. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻസ്പെക്ട് ബൈ ടച്ച് ആണ്. പെർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ് ആണ് കേട്ടോ. അടുത്തതാണ് ഫോട്ട്. ഫോട്ട് നിങ്ങൾക്ക് അറിയാം, ലൈറ്റ്, ഫോട്ടോൺ, ഫോട്ടോസിന്തസിസ്, അത് തന്നെ ലക്ഷ്മിയൊക്കെ പറഞ്ഞതാണ്. ഫോട്ടോസിന്തസിസ് കറക്റ്റ് ആണ്, ലൈറ്റ് ആണ് അല്ലെ, ലൈറ്റ്. ഓക്കെ, പ്ലൂർ എന്ന് പറയുമ്പോൾ പ്ലൂറ ഓർത്താൽ മതി കേട്ടോ. പ്ലൂറ. റിബോസൈഡ്, നമ്മുടെ ശ്വാസകോശത്തിന്റെ ലെൻസ്, ആ ലെൻസിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് പ്ലൂറ എന്നാണ് പറയാം കേട്ടോ. പ്ലൂർ എന്ന് പറഞ്ഞാൽ റിബാണ്, നമ്മുടെ ആ വാരിയലിന്റെ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിന്റെ ഒരു കവറിംഗ് ആണ് കേട്ടോ. ഓക്കെ, റിബ്, സൈഡ് എന്നൊക്കെ അർത്ഥമാണ്. അതുപോലെ ടോ എന്ന് പറയുമ്പോഴും അർത്ഥം ഫൂട്ട് എന്നാണ്. ഫൂട്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ചയാൾ എന്ന് പറയുമ്പോൾ സലൈവയാണ്, ഉമിനീര്. നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേര് ടയലിൻ ആണ്. ടയലിൻ അപ്പൊ ടയാൽ സലൈവയാണ് കേട്ടോ, ഉമിനീരാണ്, ഉമിനീര്. ഓക്കെ, ടയലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് നമ്മുടെ ഉമിനീരിനകത്ത്. അപ്പൊ ടയാൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സലൈവ എന്ന് പറയുമ്പോൾ ഉമിനീരാണ്. അടുത്തതാണ് ഫയർ. ഫയർ പറയില്ല, ഫയർ എന്നാണ് പറയുന്നത്. ഫയർ എന്നുവെച്ചാൽ ഫയർ എന്നർത്ഥം, ഫയർ. ഓക്കെ, ദെൻ റേഡിയസ്. റേഡിയസ് എന്താണ്? മെഡിക്കൽ ടൈമിൽ റേഡിയസ് എന്താണെന്ന് അറിയാമോ? ദ ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, നമ്മുടെ കൈയുടെ ഭാഗത്തുള്ള ഒരു ബോൺ ആണ്. അതായത് നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, തള്ളവിരലിന്റെ ആ ഒരു കൈത്തട്ടയുടെ ഭാഗത്ത് വരുന്ന ഒരു ബോണാണ് റേഡിയസ് എന്ന് പറയുന്നത് കേട്ടോ, റേഡിയസ്. ഓക്കെ, അപ്പൊ അത് കൂടാതെ പിന്നൊരു റേഡിയസ് നമുക്കറിയാം,
മാത്സിൽ ഒരു റേഡിയസ് ഉണ്ടല്ലോ, അതെന്താണ്? ആരം എന്ന് പറയില്ലേ നമ്മൾ, ആരം. അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് ആ സെന്ററിൽ നിന്നും ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്നതിന് നമ്മൾ റേഡിയസ് എന്നല്ലേ പറയാ. അങ്ങനെയുണ്ട്. സ്പെഷ്യൽ മാത്തമാറ്റിക്സിലാണ് നമ്മുടെ റേഡിയസ് എന്താണ്, മെഡിക്കൽ ടെർമിനോളജിയിലെ റേഡിയസ് എന്താണ്? ദാറ്റ് ഇസ് ദ മോറാം ബോണ്ട് ഓൺ ദ കമ്പസ് ലൈൻ. നമുക്ക് കൈത്തണ്ടയുടെ ഭാഗത്ത്, കൈത്തണ്ടയില്ല, കൈത്തണ്ടയുടെ തന്നെ തള്ളവിരലിന്റെ ആ ഭാഗത്തുള്ളൊരു എന്താ പറയാ ഒരു ബോണാണ് കേട്ടോ റേഡിയസ് എന്ന് പറയുന്നത്. അത് കൂടാതെ ആൾസോ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു ദ എഡ്ജ്. നേരത്തെ പറഞ്ഞ സംഭവമാണ് മാത്സിലെ ആരം എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 32 മാർക്ക് ചെയ്യാം കേട്ടോ. 32, 34 34 മാർക്ക് ചെയ്യാം. 44, 46, 47, 52. ഒന്നും കൂടെ പറയാണ്. 32, 34, 44, 46, 47, 52. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആദ്യത കറക്റ്റ് ആണ്. ബോറടിച്ചോ നിങ്ങൾക്ക്? ഇല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് കേട്ടോ, നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. നെക്സ്റ്റ് പേജില് നമുക്ക് 53 തൊട്ടാണ് കേട്ടോ. 53 തൊട്ട് 68 വരെയാണുള്ളത്. അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്യുന്നേക്കാളും മുന്നേ നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്യാം. ആദ്യത്തെ നോക്കാം, റീൻ, REN റീൻ. അത് നമ്മൾ പഠിച്ചതാ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നീതു, റീനൽ, അത് തന്നെ. കിഡ്നി അല്ലേ, റീനൽ ഫെയിലിയർ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അക്യൂട്ട് റീനൽ ഫെയിലിയർ, ARF അല്ലെ, അതുപോലെ റീനൽ ഡയറ്റ് പഠിച്ചില്ലേ? ഇതാണത് കിഡ്നി അല്ലെ, റീനൽ കിഡ്നി ആണ്. നെക്സ്റ്റ് റെറ്റിന. റെറ്റിന നമുക്കറിയാലോ, ഇതാണ് നമ്മുടെ കണ്ണിന്റെ അല്ലെ, നമ്മുടെ എന്താണ് കാഴ്ച സാധ്യമാകുന്ന ഭാഗം. ഓക്കെ, ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ലെയർ ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് അല്ലെ റെറ്റിന എന്ന് പറയുന്നത്. അടുത്തതാണ്, കറക്റ്റ് ആണ് കേട്ടോ, അബുദാലിയാണ്. സൻകു. സൻകു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്ലഡ് ആണ്. എന്താണ് മീനിങ്? ബ്ലഡ് കേട്ടോ, ബ്ലഡ്. അടുത്തതാണ് സെബം. സെബം എന്ന് പറഞ്ഞാൽ എന്താ? എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻസ്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് എ സ്മോൾ ഗ്ലാൻഡ് ആണ്. സ്മോൾ ഗ്ലാൻഡ് ഇൻ ദ സ്കിൻ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടല്ലോ, ആ തൊലിയുടെ താഴെയുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്, കുറച്ച് ഗ്രന്ഥികളുണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ എന്താ പറയാ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് പോലെ, ഒരു ഓയിലി പോലത്തെ സെക്രീഷൻസിന് അത് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ സെബം എന്നാണ് പറയാം. പുറത്ത് വിടുന്ന ആ സെക്രീഷൻ ഉണ്ടല്ലോ, അസ്രവം, അതൊരു ഫാറ്റി സെക്രീഷൻ, ലൂബ്രിക്കൻസ് പോലെയാണ്. അതിന് നമ്മൾ സെബം എന്നാണ് പറയുക കേട്ടോ. ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്സ്. ഓക്കെ, സ്കിൻ മോയ്സ്ചർ. അടുത്തതാണ് സെക്ട്. സെക്ട് എന്ന് പറയുമ്പോൾ കട്ട്, സെക്ഷൻ ആക്കുക എന്നൊക്കെ നമ്മൾ പറയാം. സെക്ഷൻ ചെയ്യാം, സെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, കട്ട്. അടുത്തതാണ് സെപ്സിസ്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ ഇൻഫെക്ഷന്റെ തന്നെ ഒരു കൂടിയ അവസ്ഥ, അതാണ് സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. സെപ്സിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ ആ ഇൻഫെക്ഷൻ കൂടിയ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് നമ്മള് എന്തെങ്കിലും അസുഖങ്ങള്, ഇൻഫെക്ഷൻസ് വന്നിട്ട് നമ്മൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്ന് വിചാരിക്കുക, ചിലപ്പോൾ എന്തുണ്ടാവുന്ന അറിയാമോ? ആ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബ്ലഡിലോട്ടൊക്കെ കലരും. ഓക്കെ, നമ്മുടെ രക്തത്തിൽ അണുബാധയായിട്ട് മാറി മരണം വരെ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. സെപ്സിസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ കൂടി വർദ്ധിച്ച് അത് നമ്മുടെ ബ്ലഡിൽ കലർന്ന് രക്തത്തിൽ അണുബാധയായി മാറുകയും അത് മറ്റു പല ഓർഗൻസിനെയും വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ, അതാണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷന്റെ കുറച്ച് കൂടിയ ഒരു സംഭവമാണ്. ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ദയർ ടോക്സിൻസ് ഇൻ ദ ബ്ലഡ് കേട്ടോ. നമ്മുടെ ബ്ലഡില് രോഗാണുക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ടോക്സിൻസ്, പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസുകളുടെ സാന്നിധ്യം. ആൾസോ ദ ടോക്സിക് കണ്ടീഷൻ കോസ്ഡ് ബൈ സച്ച് പ്രസൻസസ്, അല്ലെങ്കിൽ ഇത് മൂലം ഉണ്ടാകുന്ന ഒരു പോയിസണസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, അങ്ങനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സെപ്റ്റ്. സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സെപ്റ്റ് എന്ന് പറയുമ്പോൾ വാൾ അല്ലെങ്കിൽ ഡിവൈഡർ. പിന്നെ ഒരു അർത്ഥം 7 ആണ്. 7 നമ്മള് സെപ്റ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 എന്നുള്ളൊരു അർത്ഥമുണ്ട് കേട്ടോ. ഒക്ട് 8 ആണ്, നോൺ 9 ആണ് എന്നതുപോലെ. അപ്പൊ ഇവിടെ സെപ്റ്റ് എന്ന് പറയുമ്പോൾ വാൾ ഓർ ഡിവൈഡർ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ സെപ്റ്റം ഓഫ് ദ നോസ് എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ നോസിന്റെ ഡിവൈഡർ, നടുക്കുള്ള ഡിവൈഡർ അല്ലെങ്കിൽ വാൾ, അതിനെയാണ് നമ്മള് സെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണെന്നല്ല, സെപ്റ്റ് എന്ന് പറഞ്ഞ വാൾ അല്ലെങ്കിൽ ഡിവൈഡർ എന്നുള്ള മീനിങ് ആണ്. പിന്നെ 7 എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സെറം. സെറോളജി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. എന്താണ് സെറം എന്ന് പറഞ്ഞാല്? ദ ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ് കേട്ടോ. നമ്മുടെ ബ്ലഡ് ഉൾപ്പെടെയുള്ള, മെയിനായിട്ട് ബ്ലഡിന്റെ തന്നെ ക്ലിയർ പോർഷൻ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിനകത്ത് ഒരുപാട് ബ്ലഡ് വെസലുകൾ ഉണ്ട്, കൊയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. ഇതിനെല്ലാം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലഭിക്കുന്ന ക്ലിയർ ലിക്വിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത് കേട്ടോ. ഇനി മറക്കരുത്, സെറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ് ഇൻക്ലൂഡിംഗ് ദ ബ്ലഡ് അല്ലെ. ബ്ലഡിനകത്തെ ബ്ലഡ് സെല്ലുകളും ഗ്ലോട്ടിക് ഫാക്ടേഴ്സിനെയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ, അരിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലിയർ ലിക്വിഡ് ഉണ്ടല്ലോ ബ്ലഡിന്റെ, അതാണ് ഇത് സെറം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സൈനസ്. സൈനസ് അറിയാലോ, സൈനസൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ക്യാവിറ്റി ആണ്, ചാനൽ ഓർ ഹോളോ സ്പേസ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മൂക്കിന്റെ, നമ്മുടെ ഈ മൂക്കും നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അവിടെ ഒരു ഹോളോ സ്പേസ് ആണ്. അപ്പൊ ഈ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോളോ സ്പേസ് ആണ്. അവിടെ ഈ ഭാഗമൊക്കെ കെട്ടി നിന്നിട്ടാണ് നമുക്ക് സൈനസൈറ്റിസ് ഒക്കെ വരുന്നത് അല്ലെ. ഭയങ്കര വേദനയാണ് അല്ലെ സൈനസൈറ്റിസ്. അപ്പൊ സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാവിറ്റി ആണ്. അവിടെ ശരിക്കും ഒരു ഹോളോ സ്പേസ് ആണ്. ഈ ഒരു ഭാഗം ഹോളോ സ്പേസ് ആണ്, കാവിറ്റി അല്ലെങ്കിൽ ചാനൽ ഓഫ് ഹോളോ സ്പേസ്. അടുത്തതാണ് സോം. ഈ സോയം സോം എന്ന് പറയുമ്പോൾ ബോഡിയാണ് കേട്ടോ. ബോഡി എന്നുള്ള മീനിങ് ആണ് സോം. ഓക്കെ, ബോഡിയാണ്. നെക്സ്റ്റ് വരുന്നത് സ്പൈൻ. സ്പൈൻ എന്ന് പറയുമ്പോൾ കോയിൽ നമ്മൾ പറയില്ലേ, സ്പൈറൽ എന്നൊക്കെ പറയില്ലേ, സ്പൈറൽ ബൈൻഡിങ് സ്പൈറൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? കോയിലാണ് അല്ലെ, കോയിലാണ്. ഓക്കെ, ദെൻ സ്റ്റാസിസ്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അതായത് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡ് പോലെയുള്ള എന്തെങ്കിലും ഫ്ലൂയിഡിന്റെ സ്ലോ ഡൗൺ ആവുന്ന അവസ്ഥ അല്ലെ, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ആവാം, സ്ലോയിങ് ആവാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പിംഗ് ഓഫ് ദ ബ്ലഡ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്? സ്ലോയിങ് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിന്റെ ബ്ലീഡിങ് സ്ലോ ആവുന്ന, സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്നാണ് പറയാ. അപ്പൊ സ്റ്റാസിസിന്റെ മീനിങ് എന്താണ്? സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ലൈക്ക് ബ്ലഡ്. സ്റ്റാച്ചർ. സ്റ്റാച്ചർ എന്താ മീനിങ്? ഹൈറ്റ് ആണ് കേട്ടോ. എന്താണ്? ഹൈറ്റ്, സ്റ്റാച്ചർ. ഓക്കെ, അടുത്തതാണ് സ്റ്റേൺ. സ്റ്റേൺ എന്താണ്? സ്റ്റേൺ എന്ന് പറഞ്ഞാല് സ്റ്റേർണമാണ്, ബ്രസ്റ്റ് ബോൺ, മാറില് എന്നൊക്കെ പറയും. ഓക്കെ, സ്റ്റേർണം, ബ്രസ്റ്റ് ബോൺ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയും അല്ലെ. പറഞ്ഞാൽ നമ്മള് മാറിലൊക്കെ വിരിച്ച്, നെഞ്ചൊക്കെ വിരിച്ച് നല്ല എടുക്കാനായിട്ട് നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കുക. അപ്പൊ ഒന്ന് കണക്ട് ചെയ്താൽ സ്റ്റേൺ എന്ന് പറഞ്ഞാൽ സ്റ്റേർണമാണ്, ബ്രസ്റ്റ് ബോൺ ആണ്. സ്റ്റഡി അല്ല കേട്ടോ, സ്റ്റഡി അല്ല. സ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സ്റ്റേർണമാണ്. സ്റ്റേൺ എന്ന് പറഞ്ഞാൽ മാറിലാണ് കേട്ടോ, മാറില്ല, ബ്രസ്റ്റ് ബോൺ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ക്ലാവിക്കിൾ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, നമ്മുടെ ഷോൾഡറിനെ നമ്മുടെ സ്റ്റേണമായിട്ട്, നമ്മുടെ ഷോൾഡറിലെ നമ്മുടെ മാറിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ കോളർ ബോണിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അടുത്തതാണ് സ്റ്റോമ. സ്റ്റോമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോമ എനി ടൈനി ഓപ്പണിംഗ് ഓഫ് ദ സർഫസ് ഓഫ് ദ ബോഡി. എനി അല്ല, സ്റ്റൊമക്ക് വരില്ല കേട്ടോ, സ്റ്റൊമക്ക് അല്ല. എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. അതായത് നമ്മുടെ ബോഡിയുടെ സർഫസിൽ ചെറിയൊരു പോർ, ഒരു സുഷിരം. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം, നമ്മുടെ ഈ പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ കേട്ടിട്ടുണ്ട്, ആസ്യരന്ധ്രം എന്നൊക്കെ പറയും. ഈ ഇലയുടെ ഉള്ളിൽ, ഇലയുടെ പുറത്തുള്ള ആ ചെറിയൊരു എന്താ പറയാ സുഷിരമുണ്ട്. അതിലൂടെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഫോട്ടോസിന്തസിസ് ഒക്കെ സമയത്ത് നമ്മുടെ ഈ ലൈറ്റൊക്കെ വരുന്നത്, ഈ അകത്തേക്ക് കിടക്കുന്നത് ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്, ആസ്യരന്ധ്രമാണ്. എന്ന് വെച്ചാൽ ഇലയുടെ പുറത്തുള്ള ചെറിയ പോരല്ലേ, സുഷിരല്ലേ, അതുപോലെയാണ് ഇത്. അതായത് എനി ടൈനി, എന്താണ്? ചെറുപയർ പോലെ. അതായത് എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക്. ഓക്കെ, നമ്മുടെ ബോഡിയുടെ സർഫസിലുള്ള ചെറിയൊരു ഓപ്പണിംഗ് ആണ്, ചെറിയൊരു സുഷിരം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഓഫ് ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ് കേട്ടോ.
അതാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോക്ക് എന്നുള്ളതിൽ പറഞ്ഞത് അല്ലെ. നമ്മുടെ അബ്ഡോമൻ ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ഓപ്പണിംഗ് ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ്. അതായത് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ അബ്ഡോമന്റെ അവിടെ ചെറിയൊരു ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുള്ള യൂറിൻ ഫീസസ് ഒക്കെ കളയാനായിട്ട് ഒരു എന്താ സർജിക്കൽ ഓപ്പണിംഗ് നടത്താറുണ്ട്. അതായത് സ്റ്റോമയാണ്. സ്റ്റോമ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി സർഫസിലുള്ള ചെറിയൊരു ഓപ്പണിംഗ്, സുഷിരം, അതിനെയാണ് പറയുന്നത് കേട്ടോ. ടാക്ട് എന്താണ് മീനിങ്? ടാക്ട് ടച്ച് എന്നാണ് കേട്ടോ. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ചബിൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ടാക്ട് എന്താണ്? ടച്ച് എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്: 54, 57, 61, 67, 68. ഒന്നുകൂടെ പറയാണ്: 54, 57, 61, 67, 68. കിട്ടിയോ നമ്പേഴ്സ്? കിട്ടിയോ? ഇനി ആരാണ് ചോദിച്ചത്? ഹുസൈനെയാണ് ചോദിച്ചത്. സഫിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സഫിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 1 നോട്ട് ചെയ്യാം കേട്ടോ. സഫിക്സിന്റെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 1, 4, 6, 8, 10, 11, 12, 15, 23, 24, 25, 27, 32, 33, 36. ഇത്രയാണ് മാർക്ക് ചെയ്തത് കേട്ടോ സഫിക്സില്. കിട്ടിയോ? ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും വല്ല നമ്പർ ഇനി നോട്ട് ചെയ്യാത്തവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, ഞാനിപ്പോ പറയാത്. ഒന്നുകൂടെ പറയണോ? ഏതാ? സഫിക്സ് ആണോ പറയേണ്ടത്? സഫിക്സ് ആണോ പറയേണ്ടത്? 1, 4, 6, 8, 10, 11, 12, 15, 23, 24, 25, 27, 32, 33 and 36. Okay. ഈ ലെസൺ ലോങ് ആണോ? ഈ ലെസൺ ലോങ് ആണല്ലോ രാജില. വലിയ ലെസൺ ആണ് കേട്ടോ. നമ്മളിനി അബ്രിവിയേഷൻ എനിക്ക് തോന്നുന്നു 1 മുതൽ എന്താണ് 327 നമ്പർ കേട്ടോ. റൂട്ട് വരെ നിങ്ങൾ മാർക്ക്, ഞാൻ നമ്പർ പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഇടയ്ക്ക് പോകൂലെ, എന്നിട്ടാണ് വന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വിഷയം വരുന്നത് കേട്ടോ. കോമൺ റൂട്ട് വേർഡ് ഒന്നുകൂടെ പറയാണ്: 5, 7, 8, 9, 10, 15, 17, 19, 23, 27, 32, 34, 44, 46, 47, 52, 54, 57, 61, 67, 68. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി ഇനി കിട്ടാത്തവരും ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.